സാമ്പത്തിക രംഗത്തും നമ്മൾ എന്ത് ചെയ്താലും ഒരു കുരുത്തല്ലാത്ത അവസ്ഥ. അതും തെറ്റുകളിൽ നിരന്തരമായി പോകുമ്പോഴാണ് കാര്യം. എന്ത് ചെയ്താലും ഒരു കുരുത്തം കിട്ടൂല. പൈസ ഇങ്ങനെ വരും, പക്ഷേ നിസ്സാരമായി നമ്മളെക്കാളും 1000-1 പണമില്ലാത്തവനും അനുഭവിക്കുന്ന ഒരു സുഖം പണം കൊണ്ട് കിട്ടാതിരിക്കും. ഭക്ഷണം കഴിച്ചിട്ട് വയറ് നിറയാതിരിക്കുക എന്ന് പറയും. ഭക്ഷണം ഇഷ്ടം പോലെ തിന്നുന്നുണ്ട്, പക്ഷെ വിശപ്പ് മാറുന്നില്ല. ഈ അവസ്ഥ, പണമുണ്ടായിട്ട് പ്രയോജനമില്ല. അധ്വാനിച്ചിട്ട് ഉറക്കല്ലാതെ ഇടങ്ങാറായി ഓടി നാട്ടിലും ഗൾഫിലും ഒക്കെ ഓടിയിട്ടും അവസാനം ഒന്ന് കഷ്ടിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരവസ്ഥ ഉണ്ടായി കിട്ടുന്നില്ല. അതാണ് ബർക്കത്ത് എന്ന് പറയുന്നത്. ഇന്ന ഹാദൽ മാൽ ഖുൽവത്തുൻ ഖദിറ ഫമൻ അഖദഹു ബിത്വീബി നഫ്സിൻ ബൂരിക ലഹു. ഈ സമ്പത്ത് എന്ന് പറയുമ്പോൾ അത് നല്ല പച്ചപ്പുള്ള മധുരമുള്ളതാണ്. എന്നാൽ അതിനെ സംതൃപ്തിയോടുകൂടെ നല്ല മനസ്സോടുകൂടെ നല്ല നിലക്കാരെങ്കിലും സ്വീകരിക്കുകയാണെങ്കിൽ അവൻ ബർക്കത്തുണ്ടാവും. എന്നാൽ അല്ലാത്ത നിലക്കാണെങ്കിലോ ലം യുബാറക ലഹു, അവനതിൽ ബർക്കത്തില്ലാതെ പോകുന്നതാണ്. അപ്പൊ ബർക്കത്ത് എന്നുള്ളത് നന്മ കൊണ്ട് കിട്ടുന്ന ഒരു ഗുണമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, തിന്മകളിൽ മുന്നോട്ട് പോകാൻ ആർക്കും പറ്റില്ല. ഒരു നാടിനോ ഒരു സമൂഹത്തിനോ ഒരു രാജ്യത്തിനോ ഒരു വ്യക്തിക്കൊന്നും വരും. എപ്പോഴെങ്കിലുമൊക്കെ ഇതൊക്കെ പിടിക്കപ്പെടും, പുറത്തു വരും. ആ സമയത്തൊന്നും അങ്ങനെ തിരുത്താൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നല്ല സമയത്ത് അള്ളാഹു നല്ല സൽകീർത്തിയും നല്ല പേരും ബർക്കത്തും അനുഗ്രഹവും ഒക്കെ തന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നിലപാടുകളിൽ എവിടെയെങ്കിലും ചില മാറ്റങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അത് വരുത്തി മുന്നോട്ട് പോകുന്നതാണ് ഇഹലോകവും പരലോകവും നമുക്ക് നന്നായി കിട്ടാൻ ഏറ്റവും സഹായകമായിട്ടുള്ളത്.